ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിരയിലേക്ക് ഫ്രഞ്ച് താരമായ അലക്സാണ്ടറെ കോയഫിനെ കൊണ്ടുവന്നത്. നമുക്കറിയാം, മാർക്കോ ലെസ്കോവിച്ച് ക്ലബ്ബ് വിട്ട സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കോയഫിനെ സെന്റർ ബാക്ക് പൊസിഷനിലും കളിപ്പിക്കാം, അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിലും കളിപ്പിക്കാം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥിര സാന്നിധ്യമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും പകരക്കാരന്റെ റോളിലായിരുന്നു അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നത്. ISL-ൽ 12 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 1 വർഷത്തെ കോൺട്രാക്ട് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതായത് വരുന്ന സമ്മറിൽ കോയഫിന്റെ കോൺട്രാക്ട് പൂർത്തിയാകും എന്നുള്ളതാണ്. ഈ കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കരാറിൽ ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് കൂടി ഈ ഒരു കോൺട്രാക്ട് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് പുതുക്കപ്പെടും എന്നുള്ളതാണ്. താരത്തെ നിലനിർത്തണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ക്ലോസ് ട്രിഗർ ചെയ്താൽ മതി. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിലപാട് എന്താകും എന്നുള്ളത് വ്യക്തമായിട്ടില്ല. കോയഫിനെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ വലിയ രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തെ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു ഡിസിഷനും എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.